പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 8-ാം തീയതി ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം. കർത്താവ്, യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവിടെ ബിസിനസ് തകർന്നു, അവിടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിന് ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. രോഗങ്ങൾ, പീഡകൾ,
സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വൈവാഹിക തടസ്സങ്ങൾ, വൈവാഹിക കേസുകൾ എത്രയും വേഗം എല്ലാം തീർന്ന് നിങ്ങളുടെ ജീവിതം സമാധാനത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്കണ്ഠകൾ, നിങ്ങളെ തേടിയെത്തുന്ന എല്ലാവിധ വിഷമതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുന്നു. വീട്, ജോലി, വിവാഹം, വെള്ളം, വെളിച്ചം, വഴി ഇതൊന്നുമില്ലാതെ വേദനിച്ച് കഴിയുന്നവരെ, ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്തത് അക്കിടിലായപ്പോരുണ്ട്. റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. വാഹനം എത്തുവരാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, ഏതെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതെല്ലാം ഈ പ്രഭാതത്തിൽ യേശു ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ വഴികളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവ് നീക്കുവാണ്. 1 യോഹന്നാൻ 5:4. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ എപ്പോഴും നിങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു സാധനമാണിത്. വിശ്വാസം എന്തിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുന്നത് ഉറപ്പാണ് വിശ്വാസം എന്നൊക്കെ നമ്മൾ ഫെബ്രുവരി 11:1 വായിക്കത്തില്ലേ? അതല്ല ഇത്. ഇത്തിരി കൂടിയ വിഷയമാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് വിശ്വാസം. ലോകത്തിൻ്റെ മേലുള്ള വിജയം വെച്ചുകൊണ്ടാണ്. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറയത്തില്ല, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന്. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ബൈബിളില് ലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരർത്ഥം ജഡത്തിന്റെ വ്യാപാരങ്ങളാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യൻസ് 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. നമ്മൾ 1 യോഹന്നാൻ 5:4 അല്ലേ തുടങ്ങിയത്? എന്താണ്? ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം തന്നെ. അപ്പം പ്രവൃത്തികൾ തന്നെയാണ് എന്താണ്? ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ആണ് ലോകം എന്ന് പറയുന്ന ഒരർത്ഥം. അതെന്തൊക്കെയാണ്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറയണത്. ആദിമസഭയിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്. അവർ ന്യായസ്ഥാനത്തിന് മുമ്പ് അതൊക്കെ വെറുത്ത് ഉപേക്ഷിച്ചതാണ്. ആഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അഹങ്കാരം, മത്സരം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും രോഗമാണ്. ഇതിൻ്റെ മേൽ വിജയം കൈവരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയാകണത്. നമ്മുടെ പുരുഷൻ്റെ വഴികളും അതുപോലെ തന്നെയുള്ള ഉപവിപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേണ്ടത്ര ഫലം പ്രകടിപ്പിക്കാൻ വരും. ഓരോ കാലം ചെല്ലും തോറും നമ്മൾ വിശ്വാസത്തിൽ വളരണം. വളരണം എങ്ങനെയാണ്? വിശ്വസിച്ച് ഓരോ കാര്യം സാഹചര്യക്കുകയല്ല ചെയ്യണത്, മറിച്ച് നമ്മളിലുള്ള അധമ വാസനകളെ, ലോകത്തെ ജയിക്കണം. കർത്താവ് ജയിച്ചു. ഈശോ പറഞ്ഞില്ലേ, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ല സ്നേഹിത അവൻ കൊല്ലാൻ വേണ്ടി മുത്തിയപ്പോഴും യുവദാസനെ വിളിക്കുന്നത് എന്താണ്? ദുഷ്ടന്നല്ലേ വിളിക്കണത്, സ്നേഹിത. ലോകത്തെ ജയിച്ച കണ്ടില്ലേ? നീ ഒരു ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ചൂണ്ടി ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറയും. കുരിശിൽ കിടക്കും. ലോകത്തെ ജയിച്ചതാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു യുദാസിൻ്റെ മേൽ വിജയം കൈവരിക്കേണ്ടത് അങ്ങനെയാണ്. അവൻ ഉയർത്തിയ ലോകത്തിൻ്റെ മേൽ കർത്താവ് സുവിശേഷ വിജയം കൈവരിക്കും. സ്വന്തം പുനരുത്ഥാനത്തിന് താൻ തന്നെ സാക്ഷിയാകണം
ഒരു വലിയൊരു സംഭവമാണത്. ഇത് നമുക്ക് വിശ്വാസത്തിന് വെല്ലുവിളിയാണ്. ഈശോയുടെ ജീവിതം